ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്കണോമിക്സിൽ ഡിമാൻഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഡിമാൻഡ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നതിന് സ്പെഷ്യൽ മീനിങ് തന്നെയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. അതായത് ഡിസയർ മാത്രം പോരാ, അതിന് പേയ്മെന്റ് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി കൂടി നമുക്ക് ഉണ്ടെങ്കിലാണ്. അപ്പോൾ ഡിസയർ പ്ലസ് എബിലിറ്റി ടു പേ ആണ് ഡിമാൻഡ് എന്ന് എക്കണോമിക്സിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിമാൻഡിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റുകൾ. ഇനി നെക്സ്റ്റ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡിൻ്റെ നിയമം എന്ന് പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യണത് തീർച്ചയായിട്ടും കുറയാനുള്ള സാധ്യത ഉണ്ടാവും. അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് കൂടുകയും ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള. പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് കാരണം ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹയർ പ്രൈസ് ആവുമ്പോൾ ലോവർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു, പ്രൈസ് ലോ ആവുമ്പോൾ ഹയർ ക്വാണ്ടിറ്റി ഡിമാൻഡ്. നല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിൽക്കുന്നത്. അതർ തിങ്സ് റിമൈനിങ് ഈക്വൽ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിനെയാണ് ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു നിയമം കൊണ്ടുവന്നത് മാർഷാൽ എന്ന് പറയുന്ന ആൽഫ്രഡ് മാർഷാലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പ്രൈസ് കൂടുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂൾ. അപ്പോൾ ഇവിടെ 3 പോയിന്റുകളും പഠിക്കേണ്ടതാണ്. എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിനെ ഒരു ഷെഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഡിഫറെൻറ്റ് പ്രൈസസും അതിന് തുല്യമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റീസും കൂടി കാണിക്കുന്ന ലിസ്റ്റിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഒരു ടേബിളോ അല്ലെങ്കിൽ ചാർട്ടോ കൃത്യമായിട്ട് ആ ക്വാണ്ടിറ്റീനെ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. എത്ര ക്വാണ്ടിറ്റിയാണ് കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്തത് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്. പ്രൈസ് ലെവൽ ഡിഫറെൻ്റ് ആവുമ്പം ഓരോ പ്രൈസ് ലെവലും എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തു എന്ന് പറയുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ 2 തരത്തിൽ കാണിക്കാറുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കൺസ്യൂമേഴ്സും ആ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ആവുമ്പം എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു എല്ലാ കൺസ്യൂമേഴ്സും എന്നുള്ളതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവാണ് അടുത്ത 3 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ഇസ് ഡിമാൻഡ്, വാട്ട് ഇസ് ലോ ഓഫ് ഡിമാൻഡ്, വാട്ട് ഇസ് ഡിമാൻഡ് ഷെഡ്യൂള് ആൻഡ് വാട്ട് ഇസ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിനെ ഒരു ഡിമാൻഡ് കർവ് യൂസ് ചെയ്തിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് ഗ്രാഫിക്കലി ലോ ഓഫ് ഡിമാൻഡിനെ വരച്ച് കാട്ടുന്നതിനാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് ഇറ്റ് ഷോസ് ഓർ ടെൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഡിമാൻഡ് കർവും ഡിമാൻഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് കൂടി കാണിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എപ്പോഴും എക്സ് ആക്സിസിൽ പ്രൈസും വൈ ആക്സിസിൽ ക്വാണ്ടിറ്റിയും ഡിമാൻഡും ആയിരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡ് എപ്പോഴും മെഷർ ചെയ്യുന്ന എക്സ് ആക്സിസിൽ, പ്രൈസ് എപ്പോഴും വൈ ആക്സിസിലും ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ടൈപ്സ് ഓഫ് ഡിമാൻഡ് കർവ് ഉണ്ട്. അവിടെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കർവും ഉണ്ടെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിത്രം കാണുന്നുണ്ടോ, വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. വൈ ആക്സിസിലായിരിക്കും എപ്പോഴും പ്രൈസ് ഉണ്ടായിരിക്കുക, എക്സ് ആക്സിസിലായിരിക്കും എപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടായിരിക്കുക. ഇവിടെ 0, 5, 10 ബട്ട് അങ്ങനെ പ്രൈസ്, അതായത് 5 രൂപ, 10 രൂപ, 15 രൂപ അങ്ങനെ നമ്മൾ കൂടി പോകുന്നു. അങ്ങനെ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും
പൂജ്യം പ്രൈസ്, അതായത് പൈസ 5 രൂപ വരുന്ന സമയത്ത് നമ്മൾ എത്രയാണ് വാങ്ങിക്കൂട്ടിയത്? 30 യൂണിറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 രൂപയായപ്പം ആ 30 യൂണിറ്റ് വാങ്ങിയോടത്ത് 25 ആയിട്ട് കുറഞ്ഞു. 15 രൂപ, അതായത് വില കൂടി വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത് കുറഞ്ഞു വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ആ എല്ലാ വക്കുകളും കൂടിയിട്ട് ഒരു വരയ്ക്കുമ്പോൾ കാണിക്കുന്ന എന്താണ്? പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആദ്യത്തെ ഘടകം പ്രൈസ് തന്നെയാണ്. ബേസിക് ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിമാൻഡിനെ പ്രൈസ് തന്നെ. കാരണം പ്രൈസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചാണ് ഡിമാൻഡും ചേഞ്ച് ആവുന്നത്. പിന്നെ വരുന്നത് ആ ഒരു കമ്മോഡിറ്റിയുടെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത്. കാരണം ആ ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം വേണ്ടതാണോ, നെസസറി ഗുഡാണോ, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എപ്പോഴും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അവൈലബിൾ ആവുന്ന ഗുഡ്സ് ആണോ, ഡ്യൂറബിൾ ഗുഡ്സ്, അങ്ങനെ ആ ഗുഡ്സിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കും പിന്നീട് ഡിമാൻഡിൻ്റെ കയറ്റിറക്കങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ കൺസ്യൂമറുടെ ഇൻകവും വെൽത്തും ഒരു ഫാക്ടറാണ്. നല്ല പണമുള്ള ഒരു കൺസ്യൂമർ ആണെങ്കിൽ അവർക്ക് എത്ര വില വന്നാലും അവർ ആ ഗുഡ്സ് വാങ്ങും, പ്രത്യേകിച്ച് അത് സ്റ്റാറ്റസ് സിമ്പിൾ കൂടി ആവുന്ന സമയത്ത്. പക്ഷെ അതല്ലാത്ത സമയത്താണെങ്കിലോ അവർക്ക് പണമില്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഗുഡ്സിനെ പോലും തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അവർ പുതിയ ട്രെൻഡുകളിലേക്ക് പോവുകയാണ്. ഇതെല്ലാം വിട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രൈസിനും ഡിമാൻഡിനും ഒക്കെ വ്യത്യാസങ്ങളോടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റിലേറ്റഡ് ഗുഡ്സ്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് പറയുമ്പോൾ അതുമായി അനുബന്ധിച്ച പ്രൈസിനെയും കൂടി, അതുമായി അനുബന്ധിച്ച് നിൽക്കുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിനെയും കൂടിയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ രണ്ട് പ്രോഡക്റ്റുകളും കോംപ്ലിമെൻ്ററി ആണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടോ ആണെങ്കിലാണ് ഇതിൻ്റെ വിലേനെ അവിടെ അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റി എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന് ചോദിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഗുഡ്സ് പെട്ടെന്ന് കിട്ടാനില്ല അല്ലെങ്കിൽ വില കൂടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധ്യമുള്ള ഒരു ഓപ്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ്. കാരണം രണ്ടും ചായയും കാപ്പിയും കുടിക്കുന്ന ആളുകൾ അത് കുടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഈ ഏതെങ്കിലും ഒന്നിൻ്റെ വില കൂടുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ടീയുടെയും കോഫിയുടെയും ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുമ്പം ഡിമാൻഡ് ഫോർ ഒറിജിനൽ കമ്മോഡിറ്റി വിൽ ഇൻക്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒറിജിനൽ കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ വില കുറയുകയാണെങ്കിൽ ആ ഒറിജിനൽ കമ്മോഡിറ്റിയുടെ വിലയും കുറയുന്നു. കാരണം ഇവിടെ ടീയുടെ വില കുറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ കോഫിയും ഡിക്രീസ് ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ബയേഴ്സ് ഓഫ് കോഫി വിൽ ബൈ ലെസ് ഓഫ് ഇറ്റ് മോർ ഓഫ് ടീ. അങ്ങനെ വരുന്ന സമയത്ത് കോഫി വാങ്ങുന്ന ബയേഴ്സ് ആണെങ്കിൽ അവർ കുറച്ച് മാത്രം വാങ്ങിയിട്ട് ബാക്കി ടീ വാങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗുഡ്സും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. അതിനാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇഫ് ദ ഡിമാൻഡ് ഓഫ് ദ ഒറിജിനൽ കമ്മോഡിറ്റി ഇൻക്രീസസ്, കാരണം ഒറിജിനൽ കമ്മോഡിറ്റി എന്താണോ അതിന് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ഗുഡ്സും കൂടും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെന്നും അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന റീഫിലുമാണ്. അപ്പോൾ പെന്നിന് വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി റീഫില്ലിനും വില കൂടും, പെന്നിന് വില കുറയുമ്പോൾ റീഫില്ലും കുറയും. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ മാത്രമാണ് അവിടെ പ്രവർത്തനം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രവർത്തനം നടക്കുമ്പം അത് എപ്പോഴും ഒന്നിൻ്റെ വില കൂടിയാൽ മറ്റൊന്നിൻ്റെയും കൂടും. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആകുമ്പോൾ ഒന്നിന് പകരം നമുക്ക് വേറെ ഒന്ന് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒറിജിനൽ ഗുഡ്സിന് എന്താണോ മാറ്റങ്ങൾ വരുന്നത് തീർച്ചയായും സബ്സ്റ്റിറ്റ്യൂട്ടിനും ബാധകമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ എന്താണോ ആ പ്രൊഡക്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിമാൻഡിൽ ചേഞ്ചസ് വരാം. പിന്നെ എത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ് ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് വരാം. പിന്നെ ഈ നമ്മൾ വാങ്ങുന്ന കമ്മോഡിറ്റിയുടെ യൂസ്ഫുൾനെസ് അനുസരിച്ചുകൊണ്ട്
നല്ലോണം നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വില കൊടുത്തും ആളുകൾ വാങ്ങാൻ തയ്യാറാവും, വില കൂട്ടിയാലും. അപ്പോൾ അതിനനുസരിച്ചാണ്, അതായത് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചുകൊണ്ടും ആ ഡിമാൻഡിൽ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഡിമാൻഡ് നിർണ്ണയിക്കാം. പിന്നെ പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ച്, നല്ല രീതിയിൽ പോപ്പുലേഷൻ കൂടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾക്കും സ്വാഭാവികമായിട്ട് ഡിമാൻഡ് അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വെൽത്ത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ആ ഇൻകം അല്ലെങ്കിൽ വെൽത്തിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, കുറച്ച് പേരിൽ നിന്ന് മാത്രം പണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലാതെ അത് തുല്യമായി എല്ലാവരിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഡിമാൻഡ് ചേഞ്ചസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വരുന്നത് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. നിലവിലുള്ള പൈസയുടെ വിതരണത്തിലുള്ള ആ ഒരു ക്വാണ്ടിറ്റി അതിൽ ചേഞ്ച് വരികയാണെങ്കിൽ, കാരണം മണി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ജനങ്ങളുടെ കയ്യിലുള്ള പണവും ബാങ്ക് റേറ്റും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്. അത് കൂടുതലായിട്ട് സർക്കുലേഷൻ നടക്കുകയാണെങ്കിൽ ആളുകൾക്ക് എന്താ ഇപ്പോൾ എപ്പോഴും ബാങ്കിൽ ലോൺ അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആളുകൾ കൂടുതൽ പണം വാങ്ങിക്കൊണ്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഡിമാൻഡ് അവിടെ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. അതേസമയം സർക്കുലേറ്റ് ചെയ്യാൻ പണം ഇല്ലെങ്കിൽ അവിടെ ഡിമാൻഡും കുറയുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു 2 ടോപ്പിക്ക് കൂടി പഠിക്കാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് മാറ്റങ്ങൾ വരാം അതിൻ്റെ പ്രൈസ് വരുന്ന സമയം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ അത്ര തന്നെ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യില്ല. അത് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം, അതിൻ്റെ ആ മൂവ്മെൻറ്റ് കാണിക്കാം. അതാണല്ലോ ഡിമാൻഡ് കർവിലൂടെ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഡൗൺവേർഡിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ 2 തരത്തിൽ മൂവ്മെൻറ്റ് വരാം. ഒന്നില്ലെങ്കിൽ അപ്വേർഡിലേക്ക് മൂവ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ ഡൗൺവേർഡിലേക്ക് മൂവ്മെൻറ്റ് വരാം. അപ്പോൾ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതല്ല അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയില്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണെന്നുള്ളത് എഴുതുക. അതിൽ നിന്ന് ചേഞ്ച് ഇൻ പ്രൈസ് ചേഞ്ച് ആകുമ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് ചേഞ്ച് ആവുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൽ 2 തരം മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ഒന്നില്ലെങ്കിൽ ഡൗൺവേർഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ അപ്വേർഡിലായിരിക്കും. ഡൗൺവേർഡിലേക്കാണെങ്കിൽ അത് എക്സ്പാൻഷനോ എക്സ്റ്റൻഷനോ ഓഫ് ഡിമാൻഡ് ആവും. അപ്വേർഡിലേക്കാണെങ്കിൽ അത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തൊരു ടോപ്പിക്കാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്, അതായത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും. അപ്പോൾ ജസ്റ്റ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ചേഞ്ച് ആവുന്നത് മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ്. സാധാരണ നമ്മൾ പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡുമാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ആവശ്യപ്പെടുന്നതിൽ വ്യത്യാസങ്ങൾ വരാം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പ്രൈസ് മാത്രമല്ല, കുറേ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്നും അറിയപ്പെടുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്? അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, പ്രൈസ് അല്ലാതെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കർവും ഒന്ന് റൈറ്റ് ടു ലെഫ്റ്റോ ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെ, എ ചേഞ്ച് ഇൻ ഡിമാൻഡ് വിൽ ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ് ഐദർ ടു റൈറ്റ് ഓർ ടു ലെഫ്റ്റ്. ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും ഇതിൻ്റെ കർവ് ഉണ്ടായിരിക്കുക. റൈറ്റ് വേർഡിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും, ലെഫ്റ്റ് വേർഡിലേക്കാണ് വരുന്നതെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് എന്ന ഫാക്ടർ ഒഴികെ ബാക്കി ഏതെങ്കിലും ഫാക്ടേഴ്സ് കാരണമാണ് ചേഞ്ചസ് വരുന്നതെങ്കിലാണ് അതിനെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മളൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യാം. റൈറ്റിലേക്കാണെങ്കിൽ അതിനെയാണ് ഇൻക്രീസ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്, ലെഫ്റ്റിലേക്കാണെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ അത് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കാം. അത്ര മാത്രം അവിടെ പഠിച്ചാൽ മതി. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ 2 തമ്മിൽ ഉള്ള ഡിഫറൻസ് ആണ്. ഇത് 3 മാർക്കിനോ 6 മാർക്കിനൊക്കെ ചോദിക്കാം. എന്താണ് മൂവ്മെൻറ്റ്, എന്താണ് ഷിഫ്റ്റ്? മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ചേഞ്ചസ്,
ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ആകുമ്പോൾ വരുന്നതിനാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഒക്കേഴ്സ് വെൻ ദർ ആർ ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ്. പ്രൈസ് ചേഞ്ച് ആകുമ്പോൾ ഉള്ളത് മൂവ്മെൻറ്റും, പ്രൈസ് അല്ലാത്ത മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ട് ചേഞ്ച് വരുമ്പോൾ അതിനെ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിനെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയാം. ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡിനെയാണ് പറയുന്നത്. ഇനി മൂവ്മെൻറ്റ് മേ ബി അപ്വേർഡും ഡൗൺവേർഡും ഉണ്ട്. പക്ഷേ ഷിഫ്റ്റ് റൈറ്റ് വേർഡും അതേപോലെ ലെഫ്റ്റ് വേർഡും ഉള്ളത്. മൂവ്മെൻറ്റ് എപ്പോഴും സെയിം ഡിമാൻഡ് കർവിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഷിഫ്റ്റ് എപ്പോഴും ന്യൂ ഡിമാൻഡ് കർവ് ആയിരിക്കും കാണിക്കുക. ഇതാണ് മൂവ്മെൻറ്റും ഷിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട 3 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിമാൻഡ്, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, വാട്ട് ഈസ് ഡിമാൻഡ് ഷെഡ്യൂള്, വാട്ട് ഈസ് ഡിമാൻഡ് കർവ്. ഇത്രയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എസ്എ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, അല്ലെങ്കിൽ വരുന്ന ചോദ്യം ഏതൊക്കെ ഘടകങ്ങളാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത്, ഡിറ്റർമിനൻസ്. അവിടെ 10 പോയിന്റോളം വരുന്നുണ്ട്, 10 അല്ല 11 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഇതെന്തായാലും പഠിക്കുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് എഴുതാം, ഒപ്പം എക്സാമ്പിളും കൂടി എഴുതിയ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ അടുത്തൊരു 3 മാർക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാവും. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്, പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത് ഷിഫ്റ്റ് മൂവ്മെൻറ്റ്. ഷിഫ്റ്റ് പറഞ്ഞാൽ പ്രൈസ് അല്ലാത്ത മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ട് വരുന്ന ചേഞ്ച് ആണ്. അപ്പോൾ ഇതാണ് ആ ഡിഫറൻസ്, മൂവ്മെൻറ്റും ഷിഫ്റ്റും. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിമാൻഡ് എന്നുള്ള ടേമിനെ കുറിച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.